ഹായ് സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. അഫ്സൽ ബാബു ആണ്. ചാവക്കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് പുതിയ ഹൈവേയിൽ കൂടെയാണ്. ഹൈവേ മാഷാ അല്ലാ ടോപ്പ് ട്ടോ, നിസ്സംശയം പറയാൻ പറ്റും. അടിപൊളി റോഡാണ്. നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോവും. അമ്മാതിരി റോഡാണ്. പലയിടങ്ങളിലും പണി പൂർത്തിയായിട്ടില്ല കേട്ടോ. ഒരുപാട് സ്ഥലങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. പക്ഷെ പലയിടത്തും ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ട്. പലയിടത്തും റോഡ് കൺജസ്റ്റഡ് ആയിട്ട് മാറുന്നുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളും ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പും, അത് കണ്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ കണ്ടത് കൂടെ പറയണല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അതായത് ഈ പണി പൂർത്തിയാകാത്ത സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നിടത്തൊക്കെ ഈ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുള്ളത് എവിടെയാണോ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോകേണ്ടത്, എവിടെയാണോ ഈ ജോലി നടന്നുകൊണ്ടിരിക്കുന്നത്, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, അവിടെയൊക്കെ തൊട്ടടുത്തൊക്കെ പോയിട്ടാണ്. നമ്മൾ അടുത്തെത്തുമ്പോഴാണ് ഈ സൈൻ ബോർഡൊക്കെ കാണുന്നുള്ളൂ. കുറെ നേരത്തെ അര കിലോമീറ്റർ നേരത്തെയോ 100 മീറ്റർ നേരത്തെയോ ഒക്കെ അപ്പുറത്ത് ഇങ്ങനെ ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ള സൈൻ ബോർഡൊന്നും പൊതുവേ കാണുന്നില്ല. നമ്മൾ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ഉണ്ടോന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. നമ്മൾ പല ആളുകളും സ്പീഡ് ട്രാക്കിൽ പോയിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഇങ്ങനെ വീഡിയോ ചെയ്യണം തോന്നിയത്. നമ്മൾ പിന്നെ സെന്റർ ട്രാക്കാണ് പിടിച്ചത്. എനിക്കെപ്പോഴും ഈ സെന്റർ ട്രാക്കാണ് സേഫ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഏറ്റവും സ്ലോ ട്രാക്കിനേക്കാളും അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്കിനേക്കാളും എനിക്ക് സെന്റർ ട്രാക്കാണ് സേഫ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ മിക്കവാറും ഒക്കെ സെന്റർ ട്രാക്കിലാണ് ഡ്രൈവ് ചെയ്യാറുള്ളത്. അപ്പോൾ സ്പീഡിൽ പോകുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക. ചില സ്ഥലങ്ങളിലൊക്കെ എന്താണ് റോഡ് വർക്ക് കഴിഞ്ഞതിന്റെ പാർട്സ് കിടക്കുകയാണോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലുമൊക്കെ ടൂൾസ് ആണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ചിലതൊക്കെ റോഡ് സൈഡിലൂടെ കിടക്കുന്നുണ്ട്. അതൊക്കെ ചില വാഹനങ്ങളൊക്കെ അടുത്തെത്തുമ്പോഴാണ് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് പോകുന്നത്, അതിനെ വെട്ടിച്ചിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഹൈ സ്പീഡിൽ പോകുന്ന ആളുകളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. സ്പീഡിലായിട്ട് ആ ഒരു റോഡിലൂടെ പോകുന്ന ആളുകൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു അപകടത്തിന് സാധ്യത കുറേ ഉണ്ട്, നന്നായിട്ടുണ്ട്. പലയിടങ്ങളിലും കണ്ടുകൊണ്ട് പറയാണ്, ശ്രദ്ധിക്കുക. ഏതായാലും റോഡ് ടോപ്പായിട്ടുണ്ട്. കൂട്ടത്തിൽ ഇത് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. സ്പീഡിൽ പോകുന്ന ആളുകളൊക്കെ ഹൈ ബീമൊക്കെ ഇട്ട് പോവായിരിക്കും ചിലപ്പോൾ നന്നാവും. അപ്പോൾ കുറച്ചുകൂടി നേരത്തെ കാണാൻ പറ്റും. ഓക്കെ, ഏതായാലും ദൈവം കാക്കട്ടെ. അസ്സലാമു അലൈക്കും.